ഹായ്. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. സമയമില്ല, ഇന്ന് ഡ്യൂട്ടി ഇല്ല. പക്ഷേ ഇവിടെ നമ്മളെ കിച്ചൺ മുകളിൽ പിന്നെ പാറ്റയാണ്, കോക്രോച്ച്. അപ്പോൾ പാറ്റയ്ക്ക് മരുന്നടിക്കാനായിട്ട് ഇപ്പം ഇവിടെ ഒരു ആളുണ്ട്. ഇവിടെ തന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്കുള്ള മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് പാറ്റയ്ക്ക് മരുന്നടിക്കും. അപ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റി കൊടുക്കാൻ ഇപ്പം മെസ്സേജ് ഇട്ടാൽ അങ്ങനെ നമ്മൾ ആ കിച്ചൺ സാധനങ്ങളെല്ലാം മാറ്റി. അപ്പം വാഷിംഗ് മെഷീൻ 3 ഇല്ലാതായി. അങ്ങനെ അപ്പോൾ അത് പുതിയത് കൊണ്ടുവരുന്നപ്പോൾ ഇവിടെ ക്യാമ്പ് ക്ലീനിങ് ഡ്യൂട്ടി ഇല്ലെങ്കിൽ നമുക്ക് ക്യാമ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നല്ല പണിയുണ്ട്. അപ്പോഴത്തേന് ഇന്നിപ്പോൾ നല്ലൊരു ദിവസമല്ലേ. അപ്പോൾ രാവിലെ എന്നത്തെ പോലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. അപ്പോൾ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയല്ലേ. പാർവതി ദേവിയുടെയും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ നാം ദൈവം പാതി എന്നല്ലേ. അപ്പം നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യണം. ഈശ്വര വിശ്വാസം വേണം. അപ്പം നമുക്ക് എല്ലാം രണ്ടും കൂടി ആകുമ്പോഴത്തേന് നമ്മളെ കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ പോവും. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒക്കുന്നവരെല്ലാം ഇന്ന് ശിവഭഗവാന്റെ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ വേണം. അപ്പം നമ്മളെ കുടുംബജീവിതത്തിനും കുടുംബത്തിലെ ചെറിയ ചെറിയ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു ചെറിയൊരു പരിഹാരമാർഗ്ഗമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളൊരു മനസ്സിൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പം എനിക്ക് ഈശ്വര വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം. എനിക്ക് പൊതുവെ ഈശ്വര വിശ്വാസം ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്നത്തെയും പോലെ പ്രാർത്ഥിച്ച് അങ്ങനെ നമുക്കിവിടെ അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. നാട്ടിലാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോകാമല്ലോ. അപ്പോൾ നമ്മൾ പൊതുവേ എനിക്ക് ദേഷ്യമുള്ള വ്യക്തിയാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ദിനചര്യങ്ങളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ചില നമുക്ക് തന്നെ ചില അഴുക്ക സ്വഭാവങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നിയന്ത്രിക്കാനും ഒക്കെ പറ്റും. പിന്നെ നമ്മളെ ജന്മന ഉള്ള അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ പൊതുവേ നമുക്ക് പല ആൾക്കാരും പല ഇതൊക്കെ ആകുമ്പോഴത്തേന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ പാടും. അപ്പം നമ്മളിങ്ങനെ ക്ഷമയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേന് ചെറിയ ഒരാശ്വാസം കിട്ടും നമുക്ക്. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും മറ്റുള്ളവരെ കുറ്റം പറയാനും ഒന്നിനും നമുക്ക് പോകാൻ തോന്നത്തില്ല. നമ്മളേതായ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ ടിപ്പാണ്. ദൈവവിശ്വാസവും ഈശ്വര പ്രാർത്ഥനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം